ഓണപരീക്ഷ എത്തിയിട്ടും എങ്ങുമെത്താതെ പാഠഭാഗങ്ങൾ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ അനാസ്ഥ മൂലം ഓണപരീക്ഷ എത്തിയിട്ടും പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ അധ്യാപകർ. ക്ലാസ് തുടങ്ങിയിട്ടും വേണ്ടത്ര അധ്യാപകരോ അധ്യയന ദിനമോ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകാത്തതാണ് പ്രധാന പ്രതിസന്ധി. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുസ്തകവും യൂണിഫോമും ലഭ്യമാക്കിയിരുന്ന LDF കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ സർക്കാർ നയമാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയായത്. ഓഗസ്റ്റ് 13 മുതൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഓണപരീക്ഷകൾ സെപ്റ്റംബറിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്തുകൊണ്ട് സഭയിൽ എത്തുന്നില്ലെന്ന ചോദ്യം സഭയിൽ ശക്തമായി ഉന്നയിച്ച് പ്രതിപക്ഷം. കഴിഞ്ഞ മാസം 20-ന് വർഷകാല സമ്മേളനം ആരംഭിച്ചെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ തുടർച്ചയായ 13 ദിവസങ്ങളിലും സഭയിൽ എത്തിയിരുന്നില്ല. ഡൽഹി ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നേരെ നടത്തിയ നരനായാട്ടിന് അമിത്ഷാ മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം. ബിരുദ പ്രവേശനത്തിന് +2 നിർബന്ധമല്ലെന്ന പ്രഖ്യാപനവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. തൊഴിലധിഷ്ഠിത പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ബിരുദത്തിലേക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാക്കുന്ന പുതിയ കരട് നിർദ്ദേശങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ദേശീയ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് മാർഗനിർദ്ദേശങ്ങൾ മുൻനിർത്തി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിദഗ്ധ സമിതി നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നയരൂപീകരണം. ഓണത്തെ വരവേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്ത് പല വ്യഞ്ജനങ്ങൾക്കും വിലയുയരുന്നു. അരി ഉൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യധാന്യങ്ങൾക്കും അത്യന്താപേക്ഷികമായ പല വ്യഞ്ജനങ്ങൾക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അനിയന്ത്രിതമായ വിലവർധനമാണ് രേഖപ്പെടുത്തിയത്. വരാനിരിക്കുന്ന ഉത്രാടപ്പാച്ചിലും ഓണാഘോഷങ്ങളും ഈ വിലക്കയറ്റിൽ കരിനിഴലാകുമോ എന്ന വലിയ ഭീതിയിലാണ് സംസ്ഥാനത്തെ ഉപഭോക്താക്കൾ. കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ ദാരുണമായ അപകടത്തിൽ 2 പേർ മരിച്ചു. അപകടത്തിൽ +2 വിദ്യാർത്ഥിനിയായ റിയ ഫാത്തിമയും മറ്റൊരു വ്യക്തിയുമാണ് മരണപ്പെട്ടത്. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കുറ്റിപ്പുറം തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കേരളത്തിൽ അടുത്ത 2 ദിവസങ്ങളിൽ മഴ കടുക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലും തെക്കൻ തമിഴ്നാട് പുതുച്ചേരി പ്രദേശങ്ങൾക്ക് മുകളിലും രൂപപ്പെട്ട 2 ചക്രവാത ചുഴികളാണ് നിലവിൽ മഴയെ സ്വാധീനിക്കുന്നത്. കൂടാതെ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഉയർന്ന തലത്തിൽ മൂന്നാമതൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കും. കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന കോടികളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ള INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെതിരെ സംഘടനാ നടപടിക്ക് ദേശീയ നേതൃത്വം കളമൊരുക്കുന്നു. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കാനും R ചന്ദ്രശേഖരനെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നുമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നീക്കം. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ വിദേശത്ത് നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോർപ്പറേഷന് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നാരോപിച്ച് CBI എടുത്ത കേസിലാണ് നടപടി. പാർലമെന്റ് മണ്ഡല പുനർനിർണയ ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി സമവായത്തിന്റെ പാതയിലേക്ക് ചുവടുവെച്ച് DMK. ബില്ലിനെ അന്ധമായി എതിർക്കേണ്ടതില്ലെന്നും തമിഴ്നാടിന്റെയും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പ്രാതിനിധ്യത്തെയും താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കാമെന്നുമാണ് പാർട്ടിയുടെ പുതിയ നിലപാട്. പാർലമെന്ററി സംവിധാനങ്ങളിലും ചർച്ചകളിലും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളും ഭേദഗതികളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായാൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് മുതിർന്ന DMK നേതാക്കൾ വ്യക്തമാക്കി. അമേരിക്ക ഇനി ആക്രമണം നടത്തിയാൽ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ കടുത്ത ആക്രമണങ്ങൾ നടത്തിയപ്പോഴെല്ലാം അമേരിക്കയ്ക്ക് സഹായം നൽകിയ അയൽ രാജ്യങ്ങൾക്കെതിരെയാണ് തിരിച്ചടിച്ചത്. US സൈന്യത്തിന് സഹായം നൽകിയാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്.
നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട കേന്ദ്ര സർക്കാർ നീക്കം മുൻ ധാരണകളുടെ നഗ്നമായ ചട്ടലംഘനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥി നേതാക്കളോടും CJP പ്രതിനിധികളോടും ഒപ്പം സംയുക്തമായി തീരുമാനം പ്രഖ്യാപിക്കാമെന്നായിരുന്നു കേന്ദ്രവുമായുള്ള ധാരണ. ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളോ ചിത്രങ്ങളോ പുറത്തുവിടില്ലെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ വാഗ്ദാനം ലംഘിച്ചാണ് ചിത്രങ്ങൾ ഏകപക്ഷീയമായി പുറത്തുവിട്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.